അങ്കമാലി പമ്പ ഒരു ശബരി നിർദ്ദിഷ്ട പാതയുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പുതിയ പാത കൂടി നിർദ്ദേശമുണ്ട്. ചെങ്ങന്നൂർ മുതൽ പമ്പ വരെയുള്ള അതിവേഗ റെയിൽ കോറിഡോർ. ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടിൻ്റെയും സ്റ്റഡി ഇപ്പോൾ സതേൺ റെയിൽവേ നടത്തുകയാണ്. പക്ഷേ ഈ യൂണിയൻ ബഡ്ജറ്റിൽ അതിനൊരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യൂണിയൻ ബഡ്ജറ്റ് ശബരി റെയിൽപാതയ്ക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ മഞ്ഞക്കല്ല് എത്ര വർഷമായി കാണുന്നു സാറേ? ശബരിപാതയുടെ പഴയ മഞ്ഞക്കല്ല്. എന്നാലും അത് ഒരു പൊളിറ്റിക്കലി ഒരു വലിയ പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ബഡ്ജറ്റിൽ ആ പ്രഖ്യാപനം ഉണ്ടായാൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹിന്ദു പത്രത്തിലുള്ളത് ഈ എവിടെ നിന്നാണ് സോണിയാഗാന്ധി മത്സരിക്കേണ്ടത് എന്ന ഒരു ചോദ്യം നമ്മൾ കേട്ടല്ലോ. റായ്ബറേലിയിൽ തന്നെ മത്സരിക്കുമോ, അതല്ല റായ്ബറേലിക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മണ്ഡലം? ഇപ്പോൾ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും കോൺഗ്രസും, പ്രത്യേകിച്ച് തെലങ്കാന കോൺഗ്രസും വളരെ ശക്തമായിട്ട് സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മത്സരിച്ചത് എവിടെന്നാണ്? അല്ലല്ല, അത് ആന്റണി, അത് കർണാടകയല്ലേ, ചിക്കമംഗളൂർ. പക്ഷെ ഇതല്ല, ഇത് തെലങ്കാനയിൽ നിന്ന് തന്നെ അന്ന് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്ന മൗഡുക എന്ന് പറയുന്നു മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി വിജയിച്ചത്. പക്ഷേ സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ട് ഖമ്മം നോക്കുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോണിയാഗാന്ധിയാണ് ഇപ്പോഴും തെലങ്കാന സ്റ്റേറ്റിന്റെ രൂപീകരണത്തിൽ ഇടപെട്ട നേതാവ് എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ്സ് ഇപ്പോഴും ബാക്കി മാതാവ്. അപ്പം പിതാവിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫോർച്യൂൺ അവിടെ നഷ്ടപ്പെട്ടു. ഇനി മാതാവിന്റെ രാഷ്ട്രീയ സാധ്യത അതുകൂടിയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. സോണിയാഗാന്ധി അത് തള്ളിക്കളഞ്ഞിട്ടില്ല. അതാണ് പത്രത്തിലൊരു പ്രധാനപ്പെട്ട ലീഡ്. അതായത് പക്ഷേ ഒരു വിഷമമുള്ളത് റായ്ബറേലിയിൽ നിന്ന് മടങ്ങേണ്ടി വരും. റായ്ബറേലിയിൽ നിന്ന് ഖമ്മത്തേക്ക് വന്നാൽ നേരത്തെ സംഭവിച്ചതുപോലെ സുരക്ഷിത സ്ഥാനം തേടിപ്പോയി സോണിയാഗാന്ധി എന്നൊരു ആരോപണം നേരിട്ടേക്കാം. അതുകൊണ്ട് റായ്ബറേലിയിൽ ഒരുപക്ഷെ ഖമ്മത്ത് മത്സരിക്കാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാൻ. ഈ ആരോപണത്തിനേക്കാളൊപ്പം ജയിക്കുക എന്നുള്ളത് തന്നെയാണല്ലേ സംബന്ധിച്ച് വേറെ ഒരു വഴിയില്ലല്ലോ. അതാണ്. പക്ഷെ മാത്രമല്ല, അതൊരു പൊളിറ്റിക്കലി ഞാൻ അതിനെ കാണുന്ന ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള നീക്കം എന്ന നിലയിലാണ് ഈ പറയുന്ന അമ്മ ഫീൽഡ് ഉപയോഗിക്കാൻ പറ്റും. മാത്രവുമല്ല, സോണിയാഗാന്ധി വരുന്നതോടുകൂടി കുറച്ചുകൂടി സംഘടനാ മെഷീനറി ശക്തമാകുമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ വളരെ ശക്തമായ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വേവ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള. എല്ലാവരും സുഷമാ സ്വരാജാണ് മത്സരിച്ചത്. മറ്റൊന്ന്, എനിക്കൊന്ന് നമ്മുടെ പത്ര വാർത്ത അവസാനിപ്പിക്കേണ്ട സമയം വന്നു.